everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുടെ മൈൻഡ് മാപ്പ് ആണ്. സോ നമുക്ക് ഒരു കംപ്ലീറ്റ് ചാപ്റ്ററിന് ഒരു A4 ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും വെച്ചിട്ട് ഒരു ചാർട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് നമുക്ക് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു മൈൻഡ് മാപ്പിനെ പഠിക്കുക. പക്ഷെ അതിനേക്കാളും മുന്നേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുടെ മൈൻഡ് മാപ്പ് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൈൻഡ് മാപ്പ്. സോ ഇവിടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണുള്ളത് ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ആ ലാസ്റ്റിലുള്ളത് മാത്രം ചിലപ്പോൾ കാണാൻ പറ്റിയില്ല എന്ന് വരും. സോ ഞാൻ കുറച്ച് മാറി നിൽക്കും, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വാട്ട് യു മീൻ ബൈ റെസ്പിറേഷൻ, അതുപോലെ തന്നെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് ഒരു പ്ലാന്റിൽ നടക്കുന്നത്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആൻഡ് ആംഫിബോളിക് പാത്വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ സബ് ടോപ്പിക്സും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ്സ് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കിക്കൊണ്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, വാട്ട് യു മീൻ ബൈ റെസ്പിറേഷൻ അല്ലെ. സോ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നുള്ളത് ഡെഫിനേഷൻ ഓഫ് റെസ്പിറേഷൻ. എന്താണ് റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സേ നമ്മുടെ ഫുഡായിട്ട് കഴിക്കുന്ന എന്ത് മോളിക്യൂൾ ആണെങ്കിലും ലാർജർ മോളിക്യൂൾ ആണെങ്കിലും അതിലൊക്കെ എന്താണുള്ളത്, കാർബൺ ബോൺസ് ആണുള്ളത് അല്ലെ. ആ കാർബൺ ബോൺസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, എനർജി റിലീസ് ആവുന്നുണ്ട്. സോ ആ ഒരു എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്പിറേഷൻ. ഓക്കെ, സോ കാർബൺ ഡബിൾ ബോണ്ട്. ഓക്കെ, സോ കാർബൺ ഡബിൾ ബോണ്ട് അല്ല, കാർബൺ ആറ്റമിന്റെ നടുവിലുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഓക്കെ അതിൽ നിന്ന് റിലീസ് ആവുന്ന എനർജീനെ നമ്മൾ ATP ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ മോളിക്യൂളിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും, റെസ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് നോക്കണമല്ലോ എന്താണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്, ഏതൊക്കെ മോളിക്യൂളാണ് റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണ്ടേ അല്ലെ. സോ ദാറ്റ് ഈസ് റെസ്പിറേറ്ററി സബ്സ്റ്റൻസ്. ഏതൊക്കെ മോളിക്യൂളാണ് റെസ്പിറേറ്ററി സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ഫസ്റ്റ് തിങ് ഈസ് കാർബോഹൈഡ്രേറ്റ് അല്ലെ. കാർബോഹൈഡ്രേറ്റ് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മെയിൻ ആയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്, സ്റ്റാർച്ച് ആണ് അല്ലെ. റൈസ് ഈസ് സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് ആണ്. രണ്ടാമത്തത് എന്താണ്, സെക്കൻഡ് വൺ ഈസ് പ്രോട്ടീൻ അല്ലെ. നമ്മൾ പൾസസ് ഒക്കെ കഴിക്കില്ലേ, സോ ദോസ് തിങ്സ് ആർ പ്രോട്ടീൻ റൈറ്റ്. അടുത്തത് ഫാറ്റ് അല്ലെ, ഫാറ്റ് അല്ലെങ്കിൽ നമുക്ക് ലിപ്പിഡ് എന്ന് പറയാം റൈറ്റ്. സോ ഓയിൽ, ഫാറ്റ്, അങ്ങനെ പ്ലാന്റ് ബേസ്ഡോ അനിമൽ ബേസ്ഡ് ലിപ്പിഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ പോലും ഇപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ന്യൂക്ലിക് ആസിഡ് അതായത് DNA-യും RNA-യും കാണാൻ പറ്റും. സോ ദോസ് ആർ ദ തിങ്സ് അല്ലെ. ഈ എല്ലാ തിങ്സിനും നമ്മൾ എന്തെന്ന് പറയും, റെസ്പിറേറ്ററി സബ്സ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ഈ സബ്സ്റ്റൻസ് ആണ് എന്താവുന്നത്, ഓക്സിഡൈസ് ആവുന്നത്. ഓക്സിഡൈസ് ചെയ്തിട്ട് റെസ്പിറേഷൻ ചെയ്യുന്നത്, അതായത് ATP മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഏതൊക്കെ മോളിക്യൂൾ ആണ് റെസ്പിറേറ്ററി സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അല്ലെ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ gaseous exchange in plant. ഓക്കെ, സോ gaseous exchange എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത്, പ്ലാന്റിൽ എങ്ങനെയാണ് gaseous exchange സംഭവിക്കുന്നത്, നമ്മുടെ ബോഡിയിലൊക്കെ സംഭവിക്കുന്നത് പോലെ. ഓക്കെ, സോ നോസ്ട്രിൽസിൽ നമ്മളിങ്ങനെ ഗ്യാസിനെ ഇൻഹെയിൽ ചെയ്യുന്നു, അത് ലങ്സിലേക്ക് എൻ്റർ ആവുന്നു, ലങ്സിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡിയിലേക്ക് അത് പാസ് ആവുന്നു. അങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത്, അങ്ങനെയാണോ? അതായത് പ്ലാന്റിൽ ഒരു ലങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. പക്ഷെ അവിടെയും ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അവിടെയും ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതിനെയാണല്ലോ നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയാം റൈറ്റ്. സോ ആ ഒരു പ്രോസസ്സ് ഇവിടെയും നടക്കുന്നുണ്ട്, പ്ലാന്റിലും നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ലങ്സ് ഇല്ലാതെ ഈ ഒരു പ്രോസസ്സ് ആരാണ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഓർഗൻസ് ആണുള്ളത്, രണ്ട് മെയിൻ ആൾക്കാരാണുള്ളത്. അതാണ് സ്റ്റൊമാറ്റ. ഫസ്റ്റ് വൺ ഈസ് സ്റ്റൊമാറ്റ, രണ്ടാമത്തത് ലെന്റിസെൽസ്. ഓക്കെ, സ്റ്റൊമാറ്റയും ലെന്റിസെൽസും ഈ രണ്ട് അപ്പർച്ചർ ആണ് അല്ലെങ്കിൽ അപ്പറേറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നുള്ളത്, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് ലങ്സ് ഇല്ലാത്തത്,
അതൊരു ചോദ്യമാണല്ലോ. എന്തുകൊണ്ടാണ് പ്ലാന്റിൽ എന്തുകൊണ്ടാണ് ലങ്സ് പോലെയുള്ള ഒരു ഓർഗൻ സിസ്റ്റം നമുക്ക് പ്ലാന്റിൽ കാണാൻ പറ്റാത്തത്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഫസ്റ്റ് തിങ് ഈസ്, ആദ്യത്തെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് റീസൺ ഈസ് each part take care of its own gaseous exchange. Okay, gaseous exchange. ഏത് പാർട്ടാണോ, അതായത് പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിൽ ലീഫ് ആണെങ്കിൽ ലീഫ് തന്നെ gaseous exchange ചെയ്തോളും. അതല്ല സ്റ്റെം ആണെങ്കിൽ സ്റ്റെം തന്നെ gaseous exchange ചെയ്തോളും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ട്, റൂട്ട് ആണെങ്കിൽ റൂട്ട് തന്നെ gaseous exchange ചെയ്തോളും. അതായത് ഏത് പാർട്ടാണോ ഗ്യാസ് റിക്വയർമെന്റ് ഉള്ളത്, ഓക്സിജൻ റിക്വയർമെന്റ് ഉള്ളത്, ആ ഒരു പാർട്ട് തന്നെ gaseous exchange ചെയ്തോളും. വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഗന്റെ ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോ ഗ്രേറ്റ് ഡിമാൻഡ്. എന്താണ് നോ ഗ്രേറ്റ് ഡിമാൻഡ്? വലുതായിട്ട് ഡിമാൻഡ് ഇല്ല. അതായത് ഓക്സിജൻ പുറത്തു നിന്ന് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് ആവശ്യമില്ല. ബിക്കോസ് ഈ പ്ലാന്റിൽ തന്നെ എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്? ഓക്സിജൻ കിട്ടുന്നുണ്ട്, അല്ലെ? സോ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഓക്സിജനെ എന്ത് ചെയ്യണം? ക്യാപ്ചർ ചെയ്യണം എന്നുള്ള ആവശ്യം ഈ പ്ലാന്റിലേക്ക് വരുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾ പ്ലാന്റ് പാർട്ട് ആർ നിയർ ടു അതായത് ആൾമോസ്റ്റ് അത് എവിടെയാണുള്ളത്? സർഫേസിന്റെ അടുത്ത് തന്നെയാണുള്ളത്. ഓക്കെ, അതായത് ആൾ പ്ലാന്റ് പാർട്ട് ആർ നിയർ ടു ദി സർഫേസ്. സോ സർഫേസിന്റെ അടുത്തേക്ക് തന്നെയാണ്, അതായത് സർഫേസിന്റെ അടുത്ത് തന്നെയാണ് എല്ലാ പ്ലാന്റ് പാർട്ടും ഉള്ളത്. ഇൻ കേസ് കുറച്ച് ദൂരമാണ്, അതായത് വളരെ തിക്കായിട്ടുള്ള വലിയ പ്ലാന്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെം വളരെ തിക്കായിട്ടുണ്ടാവും. ആ പാർട്ടിലൊക്കെ എങ്ങനെയായിരിക്കും gaseous exchange നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ത്രൂ ലെന്റിസെൽസ്. ഓക്കെ, ലെന്റിസെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ സ്മോൾ ഗ്യാപ്പ്. ഓക്കെ, ഒരു കുഞ്ഞു ഗ്യാപ്പ്. അതായത് വലിയ വലിയ പ്ലാന്റിൽ നിങ്ങൾ കണ്ടു കാണാം, ഒരുപാട് ഇങ്ങനെ പോർസ് പോലെയുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബാർക്കിൽ നമുക്ക് ഒരുപാട് പോർസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ലെന്റിസെൽസ്. സോ ആ ലെന്റിസെൽസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗാഷിയസ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗാഷിയസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്റ്റൊമാറ്റ ആൻഡ് ലെന്റിസെൽസിലൂടെയാണ്. ഓക്കെ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗന്റെ ആവശ്യം പ്ലാന്റിൽ ഇല്ല. വൈ? ബിക്കോസ് ദീസ് ആർ ദ റീസൺസ്. 3 റീസൺ ഉണ്ട്. ആ റീസൺ നിങ്ങൾ പഠിച്ചു, റൈറ്റ്? ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് നോക്കാം? എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ? ഓക്കെ, സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ട് യു മീൻ ബൈ സെല്ലുലാർ റെസ്പിറേഷൻ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. See, the mechanism of breakdown of food material into energy. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സെല്ലുലാർ റെസ്പിറേഷൻ. അതായത് നമ്മൾ കഴിച്ചിരിക്കുന്ന ഫുഡ് മോളിക്യൂൾസിൽ നിന്നും എന്തിനെ റിലീസ് ചെയ്യുന്നുണ്ട്? എനർജിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജീനെ എന്താക്കി കൺവേർട്ട് ആവുന്നുണ്ട്? ATP ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ, അതായത് ഒരു സെല്ലിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. സോ അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വിളിക്കും? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കും. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മോളിക്യൂളിനെ കുഞ്ഞു ഫുഡ് മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിൽ എനർജി റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, ആ എനർജിനെ ട്രാപ്പ് ചെയ്തിട്ട് ATP ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? യെസ്. എന്നാ പിന്നെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഉണ്ട് നമുക്ക് നോക്കാം. യെസ്. സോ എയറോബിക് റെസ്പിറേഷൻ, അതുപോലെ തന്നെ എനറോബിക് റെസ്പിറേഷൻ, അങ്ങനെ 2 ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ് ഉള്ളത്. എയറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിത്ത് ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ റെസ്പിറേഷൻ ചെയ്യുന്ന ഒരു ഓർഗാനിസം, ഓക്സിജന് അതായത് റിക്വയർമെന്റ് ഉള്ള ഒരു ഓർഗാനിസം ഈ ഒരു എയറോബിക് എന്ന് പറയുന്ന ഒരു മെത്തഡിലൂടെയാണ് എന്ത് ചെയ്യുന്നുള്ളത്? ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അതായത് ഓക്സിജൻ ഉണ്ടാകുമ്പോൾ ഒരു പോലെയും ഓക്സിജൻ ഇല്ലാതിരിക്കുമ്പോൾ വേറൊരു പോലെയും ആണ് എന്ത് ചെയ്യുന്നുള്ളത്? ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എയറോബിക് എന്ന് പറയുമ്പോൾ
ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എനറോബിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് ഓക്സിജൻ. ഓക്കെ, സോ വിത്തൗട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എനറോബിക്കിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, എനറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എയറോബിക് നോക്കാം. യെസ്, ഓക്കെ. സോ എയറോബിക്കിലായാലും എനറോബിക്കിലായാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ്. ഓക്കെ, സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ് ആണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്ലൈക്കോളിസിസ് ആണ്. അത് എയറോബിക്കിലാണെങ്കിലും എനറോബിക്കിലാണെങ്കിലും. ഓക്കെ, ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? നമുക്ക് എയറോബിക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അടുത്തതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, സോ നമ്മൾ ഇത് ആൾറെഡി പഠിച്ചതാണ്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ ആൾറെഡി പഠിച്ചു. ഗ്ലൂക്കോസ് അല്ലെ. സോ ഗ്ലൂക്കോസ് ഡിവൈഡഡ് ഇൻടു, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ സ്പ്ലിറ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആയിട്ട് കൺവേർട്ട് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ATP പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. സോ എനർജി റിലീസ് ആവുന്ന അതായത് ഈ ഒരു പ്രോസസ്സിൽ എനർജി റിലീസ് ആവുന്നുണ്ട്. അതിനെ നമ്മൾ ATP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എവിടേക്കാണോ എനർജി റിലീസ് ആകേണ്ടത്, അല്ലെങ്കിൽ എവിടേക്കാണോ എനർജി റിക്വയർമെന്റ് ഉള്ളത്, ആ ഒരു പ്ലേസിൽ ഈ ATP പോയിട്ട് എനർജിനെ റിലീസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഈ ഒരു ATP പ്രൊഡക്ഷൻ നടക്കുന്നുള്ളത് എവിടെയാണ്? മൈറ്റോകോൺട്രിയലാണ്. എന്നാൽ പിന്നെ ഈ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ആ ഗ്ലൈക്കോളിസിസും മൈറ്റോകോൺട്രിയലാണോ നടക്കുന്നുള്ളത്? അല്ല. സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുള്ളത് എവിടെയാണ്? സൈറ്റോപ്ലാസം. ഓക്കെ, എവിടെയാണ് നടക്കുന്നുള്ളത്? സൈറ്റോപ്ലാസം. ഓക്കെ, glycolysis occur in എവിടെയാണ്? സൈറ്റോപ്ലാസം. ഓക്കെ, എന്താണ് ഗ്ലൈക്കോലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഗ്ലൈക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്ലൂക്കോസ്. എന്താണ്? ഗ്ലൂക്കോസ്. യെസ്, ഓക്കെ. അതുപോലെ തന്നെ ലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റിംഗ്. ഓക്കെ, സോ ലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പ്ലിറ്റിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്ലൂക്കോസ് സ്പ്ലിറ്റിംഗ്. അതായത് 6 കാർബൺ ആറ്റം ഉള്ള ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്തായിട്ട് മാറുന്നുണ്ട്? 3 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ 6 കാർബൺ ആറ്റം ഉള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾ 3 കാർബൺ ആറ്റം ഉള്ള പൈറുവിക് ആസിഡ് ആയിട്ട് എന്തായിട്ട്? പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്ലൈക്കോളിസിസ്. ഓക്കെ, ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കും. ഈ ഒരു പ്രോസസ്സിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നടക്കുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാസ്റ്റവ്. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം അല്ലെ? യെസ്, സോ ഗാസ്റ്റവ് എംഡൻ. ഓക്കെ, ഗാസ്റ്റവ് എംഡൻ. And next Otto Meyerhof. Okay, Otto Meyerhof. And മൂന്നാമത്തെ ആൾ ആരാണ്? ജെ പർനാസ്. ഓക്കെ, ഇങ്ങനെ 3 സയന്റിസ്റ്റ് ആണ്. ഈ 3 സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്തത്, ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോളിസിസിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് EMP പാത്വേ. 3 സയന്റിസ്റ്റിന്റെ പേരും കൂട്ടിയിട്ട് നമ്മൾ എന്തെന്ന് വിളിക്കും? EMP പാത്വേ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? യെസ്, ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് നമുക്ക് നോക്കാം. സി, ഇതാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസ്. ഇത്രയുള്ള സ്റ്റെപ്പാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. സോ മാമല്ലേ പറഞ്ഞത് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയാന്ന് പറഞ്ഞ് അല്ലെ? സോ അത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. ഇത്രയും സിമ്പിൾ ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. സോ അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും? പെട്ടെന്ന് തന്നെ എനർജി റിലീസ് ആവും. ആ എനർജി ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ആയി പോകും. ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ ATP ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത്
ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, അത്ര പെട്ടെന്ന് അത് ഹീറ്റാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ATP പ്രൊഡ്യൂസ് ആവില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് സ്ലോ ആയിട്ട് കുഞ്ഞു 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 കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ സമയം കിട്ടും അല്ലെ. സോ ATP ആക്കി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടും. സോ അപ്പൊ നമുക്ക് മെല്ലെ 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 ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഗ്ലൂക്കോസിനെ എന്താക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫൈനലി ഒരു 10 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം പൈറുവിക് ആസിഡ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പൈറുവേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഗ്ലൂക്കോസ് ഒരു ATP മോളിക്യൂളിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റുന്നുണ്ട്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. അവിടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എൻസൈമിന്റെ പേര് എന്താണ്, ഹെക്സോകൈനേസ്. ഏതാണ്, ഹെക്സോകൈനേസ്. അടുത്തത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അവിടെ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന എൻസൈമിന്റെ പേര് ഐസോമറേസ് എൻസൈം. ഓക്കെ, ഐസോമറേസസ്. അതായത് ഇവിടെ ആൽഡിഹൈഡ് ഉണ്ടായത് ഇവിടെ കീറ്റോൺ ആയിട്ട് മാറി, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, സോ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആയിട്ട് മാറി. സോ ഈ ഫ്രക്ടോസ് ഒറ്റയ്ക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മാത്രം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത്ര കംഫർട്ട് അല്ല, ഒരാളും കൂടെ എനിക്ക് കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ഫ്രക്ടോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനും കൂടെ ATPന്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതെന്തായിട്ട് മാറി, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഈ ഒരു പ്രോസസ്സിന് വേണ്ട എൻസൈമിന്റെ പേര് എന്താണ്, ഫോസ്ഫോഫ്രുക്ടോകൈനേസ്. ഓക്കെ, ഫോസ്ഫോഫ്രുക്ടോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മോളിക്യൂൾ, അതായത് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ആവുകയാണ്. മാറിയല്ലോ അല്ലെ. മാറിയതിനു ശേഷം അവൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ആവുകയാണ്. സ്പ്ലിറ്റ് ആയിട്ട് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും അതുപോലെ തന്നെ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന എൻസൈമിന്റെ പേര് എന്താണ്, ആൾഡോസ് എൻസൈം. ഓക്കെ, അതിലെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് ഫർദർ സ്റ്റെപ്പിനെ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ഒന്നും ചെയ്യില്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യും. ഇത് ഇന്റർ കൺവേർട്ടബിൾ ആണ്. ഇത് രണ്ടും എന്താണ്, ഇന്റർ കൺവേർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പുറകെ തന്നെ ഡീഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് അഗെയിൻ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. അതും അതിന്റെ സ്റ്റെപ്പ്, അതായത് ബാക്കിയുള്ള സ്റ്റെപ്പിനൊക്കെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ തൊട്ട് അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ രണ്ടെണ്ണവും എന്ത് ചെയ്യുന്നുണ്ട്, 2 പൈറുവിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് 2 ആണ് കാണാൻ പറ്റുക. ഓക്കെ, സോ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിന്റെ കൂടെ പിടിച്ച്, ഓക്കെ, ഒരാളുടെയും കൂടെ കൂട്ടിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 2 മോളിക്യൂൾ ആണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ ഇവിടെ ഒരു റിഡക്ഷനും സംഭവിക്കുന്നുണ്ട്, അതായത് NADH ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അഗെയിൻ ATPനെ റിലീസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിലീസ് ചെയ്യുകയാണ്. സോ അപ്പൊ അതെന്തായിട്ട് മാറി, 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞതിന് ശേഷം എന്താവുന്നുണ്ട്, ചെറുതായിട്ട്, അതായത് മൂന്നാമത്തെ കാർബൺ ആറ്റമിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബൺ ആറ്റമിന്റെ മുകളിലേക്ക് വരുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മ്യൂട്ടേസ് എൻസൈം, ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് എൻസൈം. അത് കഴിഞ്ഞതിന് ശേഷം അത് എന്തായിട്ട് മാറുന്നുണ്ട്, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നുണ്ട് ബൈ റിലീസിങ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. ഓക്കെ, ഒരു വാട്ടറിനെ റിലീസ് ചെയ്തിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനോലേസ് എൻസൈം. ഓക്കെ, എനോലേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തിലൂടെ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനലി പൈറുവേറ്റ് ആയിട്ട് മാറുന്നുണ്ട് ബൈ റിലീസിങ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പൊ എവിടേക്കാണോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിലീസ് ചെയ്യുന്നുള്ളത് അവിടെയൊക്കെ എന്ത് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, ATP പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ എവിടെയാണോ ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ കൂട്ടി വിളിക്കുന്നത് ആ ഒരു പ്ലേസിൽ നമുക്ക് NADH പ്രൊഡ്യൂസ് ആവുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എത്ര ATP മോളിക്യൂൾ ആണ് പ്രൊഡ്യൂസ് ആയത്, 2, 4 അല്ലെ, 4 ATP ഉണ്ട് ആൻഡ് 2 NADH ഉണ്ട്. 2 NADH എന്ന് പറയുമ്പോൾ 6 ATP ആണ് അല്ലെ. ഒരു NADH എന്ന് പറയുമ്പോൾ 3 ATP ആണ്. അപ്പോൾ 2 NADH എന്ന് പറയുമ്പോൾ 6 ATP ആയിട്ട് മാറി. അതിൽ 2 ATPനെ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ബിക്കോസ് ഇവിടെ കണ്ടില്ലേ, 2 സ്ഥലത്തിലെ ATPനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം. അതുകൊണ്ട് 2 നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ പിന്നെ എത്രയായി, ടോട്ടലായിട്ട് ഗ്ലൈക്കോളിസിസിൽ നിന്നും നമുക്ക് 8 ATP കിട്ടും. ഓക്കെ, സോ പക്ഷേ ഇത് നമ്മൾ പറയുന്നത് ഏത് റെസ്പിറേഷനിലാണ്,
എയറോബിക് റെസ്പിറേഷനിൽ. പക്ഷെ അനറോബിക് റെസ്പിറേഷനിൽ ചെറുതായിട്ട് മാറും. അതായത് NADH പ്രൊഡ്യൂസ് ആവുന്ന NADH പ്രൊഡ്യൂസ് ആവുന്ന ഈ 6 ATP ഇല്ലേ, ഈ 6 ATP നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എനറോബിക് റെസ്പിറേഷനിൽ. എയറോബിക് റെസ്പിറേഷനിൽ ഇത് ഉണ്ടാവും, എനറോബിക് റെസ്പിറേഷനിൽ ഇത് ഉണ്ടാവില്ല. സോ ഇതിനെ നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ ടുഗെദർ നമുക്ക് എനറോബിക് റെസ്പിറേഷനിൽ കാണാൻ പറ്റുന്ന ATP എത്രയാണ്? ഓൺലി 2 ATP. ഓക്കെ, സോ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. യെസ്, സോ അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പറ്റുന്നത് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞതിന് ശേഷം എയറോബിക് റെസ്പിറേഷനിൽ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് കാണാൻ പറ്റുക. സി, ഫെർമെന്റേഷൻ ഇത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും? സി, ഒന്ന് നോക്കിക്കേ. ഓക്കെ, സോ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് കാണാൻ പറ്റുക. സോ ആ ഫെർമെന്റേഷനിൽ 2 സ്റ്റെപ്പാണുള്ളത്. അതായത് 2 രീതിയിലുള്ള ഫെർമെന്റേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൽക്കഹോളിക്കും, രണ്ടാമത്തത് ലാക്റ്റിക് ആസിഡും. ഓക്കെ, ആൽക്കഹോളിക്കും ലാക്റ്റിക് ആസിഡും. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. സി, ഇതിൽ ഈ ഒരു ടേബിളിൽ തന്നെ നിങ്ങൾക്ക് 2 രീതിയിലുള്ള ഒരു ഫെർമെന്റേഷനും കാണാൻ പറ്റും. സോ ഇത് എയറോബിക് ആണ്. ഈ നടുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് എയറോബിക് ആണ്. സോ ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ, അനറോബിക്കില് ഇത് ലാക്റ്റിക് ആസിഡും ഇതെന്താണ്? ആൽക്കഹോളിക്കും. ഓക്കെ, സോ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അതായത് പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ടല്ലോ അല്ലെ, പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ടല്ലോ. ആ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആൽക്കഹോളിക് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ആൽക്കഹോളിക് ഡീഹൈഡ്രോജിനേസ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തിലൂടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുന്നുണ്ട്? എത്തനോൾ ആയിട്ട് മാറുന്നുണ്ട്. എത്തനോൾ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ എത്തനോൾ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ NADH യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. NADH യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പൈറുവിക് ആസിഡിന് ഒരു NADH വേണം. അപ്പൊ 2 പൈറുവിക് ആസിഡിന് 2 NADH വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? ഇവിടെ മൈനസ് ചെയ്തത്. ഇവിടെ ഓർക്കുന്നുണ്ടോ മക്കളെ? ഇവിടെ ഓർക്കുന്നുണ്ടോ? ഈ NADH പ്രൊഡ്യൂസ് ആവില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, എനറോബിക്കിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ഇവിടെ പ്രൊഡ്യൂസ് ആയിരിക്കുന്ന ഈ NADH എവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്? ഇവിടെ തന്നെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ലാക്റ്റിക് ആസിഡിലും. ഈ ലാക്റ്റിക് ആസിഡിലും അതുപോലെ തന്നെയാണ്. അതായത് പൈറുവിക് ആസിഡ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തിലൂടെ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തിലൂടെ ഒരു എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? NADH യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഒരു പൈറുവേറ്റ് ഒരു ലാക്റ്റിക് ആസിഡ് ആവാൻ ഒരു NADH വേണം. 2 പൈറുവേറ്റ് ആണല്ലോ പ്രൊഡ്യൂസ് ആവുന്നത്. ഗ്ലൈക്കോളിസിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് 2 പൈറുവേറ്റ് ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. അതുകൊണ്ട് 2നും കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു NADH അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ എനറോബിക്കില് ടോട്ടൽ ATP എത്രയാണ് പ്രൊഡ്യൂസ് ആവുക? ഓൺലി 2 ATP മാത്രമാണ്. യെസ്, ക്ലിയർ ആയോ എല്ലാവർക്കും? സോ അത് നമ്മൾ പഠിച്ചു അല്ലെ. സോ ഓവറോൾ ഇപ്പോൾ എനറോബിക് റെസ്പിറേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എയറോബിക് റെസ്പിറേഷനെ പറ്റിയിട്ടാണ്. എയറോബിക് റെസ്പിറേഷനിൽ ആദ്യത്തെ കാര്യം നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു, അതായത് ഗ്ലൈക്കോളിസിസ് അല്ലെ. ഗ്ലൈക്കോളിസിസ് നമുക്ക് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ പിന്നെ അടുത്തത് നമുക്ക് ലിങ്ക് റിയാക്ഷൻ നോക്കാം. എന്താണ് ലിങ്ക് റിയാക്ഷൻ? ലിങ്ക് റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈറുവിക് ആസിഡ് ഇല്ലേ, ഈ പൈറുവിക് ആസിഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എൻസൈം, അതായത് CoA എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ആഡ് ചെയ്തിട്ട് ഈ പൈറുവിക് ആസിഡിലേക്ക് ഇത് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ആവുന്നുണ്ട്. അത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? NADA എന്തായിട്ട് മാറുന്നുണ്ട്? NADH ആയിട്ട് മാറുന്നുണ്ട്. സോ എന്നിട്ട് മാറിയിട്ട് പൈറുവിക് ആസിഡ് 3 കാർബൺ ആറ്റം ഉള്ള പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറുന്നുണ്ട്? അസിറ്റൈൽ CoA എന്തായിട്ട് മാറുന്നുണ്ട്? അസിറ്റൈൽ CoA എന്ന് പറയുന്നത് 2 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആണ്. അങ്ങനെയായിട്ട് മാറുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ലിങ്ക് റിയാക്ഷൻ. ഇതെന്താണിത്? ലിങ്ക് റിയാക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, അതായത്
എന്താണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. എന്തിത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഇതാണ് ലിങ്ക് റിയാക്ഷൻ. ഓക്കെ, ലിങ്ക് റിയാക്ഷൻ കഴിഞ്ഞു. അടുത്തത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് ഇവിടെ? അടുത്തതാണ് ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, എന്താണ് ക്രെബ്സ് സൈക്കിൾ? ക്രെബ്സ് സൈക്കിളിന് നമ്മൾ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കാം. അതല്ലെങ്കിൽ വേറൊരു പേരും കൂടെ ഉണ്ടല്ലോടാ. എന്താണത്? സിട്രിക് ആസിഡ് സൈക്കിൾ. എന്താണ്? സിട്രിക് ആസിഡ് സൈക്കിൾ. സോ എന്തുകൊണ്ടാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയാ? ആദ്യത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ സിട്രിക് ആസിഡ് സൈക്കിൾ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. പൈറുവേറ്റ് ആൾറെഡി അസിറ്റൈൽ കോയെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ അസിറ്റൈൽ കോയെ ഓക്സാലോ അസിറ്റിക് ആസിഡിന്റെ സഹായത്തിലൂടെ, ആരുടെ സഹായത്തിലൂടെ? ഓക്സാലോ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് സിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ വേണ്ട ഒരു എൻസൈമിന്റെ പേരാണ് സിട്രേറ്റ് സിന്തേറ്റേസ്. ഓക്കെ, സിട്രേറ്റ് സിന്തേറ്റേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അത് സിട്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആയി. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും ബൈ റിമൂവിങ് ആ മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, സോ ഇവിടെ 2 കാർബൺ ആണ് ഉണ്ടായിരുന്നത് അസിറ്റൈൽ കോയിൽ അല്ലെ. അതിൽ ഒരു കാർബൺ ഡയോക്സൈഡ് ഇവിടെ റിലീസ് ആയി കഴിഞ്ഞു അല്ലെ. എന്നിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആയി. അത് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ഒരു കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്തിട്ട് സക്സിനൈൽ കോയെ, ഓക്കെ, എന്തായിട്ട് മാറുന്നുണ്ട്? സക്സിനൈൽ കോയെ. ആ ഒരു സ്റ്റെപ്പ് ഇവിടെ ഇല്ല. സക്സിനൈൽ കോയെ ആയിട്ട് മാറും. അത് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ അത് ഒരു ATPനെ റിലീസ് ചെയ്തിട്ട് സക്സീനിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഈ സക്സീനിക് ആസിഡ് ഫ്യൂമറേറ്റ് ആയിട്ട് മാറും. ഫ്യൂമറേറ്റ് മാലിക് ആസിഡ് ആയിട്ട് മാറും. മാലിക് ആസിഡ് അഗൈൻ ഓക്സാലോ അസിറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഓവറോൾ പ്രോസസ് ഓഫ് നമ്മുടെ ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ. എന്തുകൊണ്ടാണ് ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിക്കുക? ബിക്കോസ് ഹാൻസ് ക്രെബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? സോ ഈ ഒരു സൈക്കിൾ നമ്മൾ ഈസി ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ന്യൂമോണിക് പഠിച്ചാൽ മതി. I know some simple formula making option. Okay, സിമ്പിൾ ഫോർമുല മേക്കിംഗ് ഓപ്ഷൻ. സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിട്രിക് ആസിഡ്, ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഐസോസിട്രേറ്റ്. ഓക്കെ, ഐസോസിട്രേറ്റ്. കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്സിനൈൽ കോയെ. എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്സിനിക് ആസിഡ്. എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂമറേറ്റ്. എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാലിക് ആസിഡ്. ആൻഡ് ഒ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സാലോ അസിറ്റിക് ആസിഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അടുത്തത് നമുക്ക് നോക്കാം. സോ ക്രെബ്സ് സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം വേറെ എന്താണ് അവിടെ പഠിക്കാനുള്ളത്? അടുത്തതാണ് ETS, അതായത് എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് നോക്കാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതായത് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെയാണ്? അത് നമ്മൾ നോക്കിയില്ലല്ലോ. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് സൈറ്റോപ്ലാസമിലാണ്, സെല്ലിന്റെ സൈറ്റോപ്ലാസമിലാണ് നടക്കുന്നത്. പക്ഷേ ETS അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ, ഈ 2 പ്രോസസ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ. എവിടെയാണ്? മൈറ്റോകോൺട്രിയ. ഓക്കെ, സോ ഈ മൈറ്റോകോൺട്രിയയിലേക്ക് വന്നതിന് ശേഷമാണ് എന്താവുന്നത്? ക്രെബ്സ് സൈക്കിൾ ഉണ്ടാവുന്നത്. ഓക്കെ, ക്രെബ്സ് സൈക്കിളിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് എന്ത് റിലീസായി? കാർബൺ ഡയോക്സൈഡ് റിലീസായി. അത് കൂടാതെ ഒരുപാട് NADH പ്രൊഡ്യൂസ് ആയിട്ടുണ്ട് അല്ലെ. ആ NADHന്റെ ഫേറ്റ് ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, അതായത് ETS. ഓക്കെ, ETSൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഈ NADH എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? 2 പ്രോട്ടോൺ, ഓക്കെ, ആൻഡ് 2 ഇലക്ട്രോൺ ആൻഡ് NADനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ NADയും അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ കൂടെ 2 ഇലക്ട്രോനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇന്നർ മെംബ്രെയിൻ, അതായത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ ഉള്ള ഒരുപാട് പെരിഫറൽ ആൻഡ് ഇന്റഗ്രൽ പ്രോട്ടീനിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 4 കോംപ്ലക്സ് ആണ് കാണാൻ പറ്റുക. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4. ഓക്കെ, കോംപ്ലക്സ് 5 ഒരെണ്ണം കൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഇങ്ങനെ 4 കോംപ്ലക്സിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ
മൂന്ന് സ്ഥലത്തിലായിട്ട് ഈ H+ അയോണിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ആ എനർജി, അതായത് ഈ ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്ത് വരികയാണല്ലോ. വരുമ്പോ ഒരു കോംപ്ലക്സിൽ നിന്നും ഇനിയൊരു കോംപ്ലക്സിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് വരുമ്പോൾ കുറച്ച് എനർജി അങ്ങ് റിലീസ് ആവുകയാണ്. ആ എനർജിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാട്രിക്സിൽ ഉണ്ടാവുന്ന H+ അയോണിനെ എങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂന്ന് സ്ഥലത്തിലായിട്ട് എന്ത് കാണാൻ പറ്റും, ഹൈഡ്രോജൻ ആറ്റം ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എൻ്റർ ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ഇലക്ട്രോണ് സൈറ്റോക്രോം A3യിലേക്ക് വന്നതിന് ശേഷം, ഓക്കെ, A3യിലേക്ക് വന്നതിന് ശേഷം എവിടത്തേക്ക് റിലീസ് ആവുന്നുണ്ട്, മാട്രിക്സിലേക്ക് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, മാട്രിക്സിലേക്ക് റിലീസ് ആകുമ്പോൾ ഇവിടെയുള്ള H+ അയോണിന്റെ കൂടിയും അതുപോലെ തന്നെ നേസന്റ് ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് അത് വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്, വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ക്ലിയർ യെസ്. സോ അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇതാണ് നമ്മുടെ ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റമിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ എന്താ, മൂന്ന് സ്ഥലത്തിലായിട്ട് NADH 3 സ്ഥലത്തിൽ, FADH ആണെങ്കിൽ 2 സ്ഥലത്തിലാണ് പ്രോട്ടോണിനെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, NADH 3 ATPയെയും, ഓക്കെ, 3 ATPനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയും. അതുപോലെ തന്നെ FADH 2 ATPനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയും. ഓക്കെ, നമുക്ക് ഈ ATP എങ്ങനെയാണ് സിന്തസിസ് ചെയ്യുന്നത് നമുക്ക് അടുത്തത് നോക്കാം. യെസ്, ETS കഴിഞ്ഞതിന് ശേഷം എന്താടാ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്കെ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എങ്ങനെയാ സംഭവിക്കുക നമുക്ക് നോക്കാം. അതായത് കോംപ്ലക്സ് 5 എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് 5. സോ ഈ കോംപ്ലക്സ് 5ഉം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക, ഇന്നർ മെംബ്രെയിനിലാണ്. ഓക്കെ, ഈ ഇന്നർ മെംബ്രെയിനിൽ എന്തൊക്കെയാണുള്ളത്, F0 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ F1 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ F1 നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക, മാട്രിക്സിൽ. Okay, so this is peripheral protein and this is integral protein. Okay, so integral protein. ഓക്കെ, സോ ഈ പെരിഫറൽ പ്രോട്ടീനും ഇന്റഗ്രൽ പ്രോട്ടീനും രണ്ടുപേരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ ATPനെ പ്രൊഡ്യൂസ് ചെയ്യുക നമുക്ക് നോക്കാം. സി, ഇവിടെ ഇന്നർ മെംബ്രെയിൻ സ്പേസ് ആണ്. സോ ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ് ഇത്. ഓക്കെ, ഇന്റർ മെംബ്രെയിൻ സ്പേസ്, ഇവിടെ ആൾറെഡി ഒരുപാട് H+ അയോൺസ് ഉണ്ട് അല്ലെ. ഒരുപാട് H+ അയോൺസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ NADH ഈ ഒരു പ്രോസസ്സിലൂടെ അല്ലെ, ഈ ഒരു പ്രോസസ്സിലൂടെ ഒരുപാട് NADHനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരുപാട് H+ അയോൺസ് ഇവിടെ ഉണ്ട് ആൾറെഡി അല്ലെ. അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഈ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുമ്പോൾ ഇത് എന്താവണം, ഹയർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ദി ലോവർ കോൺസെൻട്രേഷൻ ഈ പ്രോട്ടോൺസ് മൂവ് ആകണം അല്ലെ. അങ്ങനെ മൂവ് ആവാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്റഗ്രൽ പ്രോട്ടീനായ F0 എന്ത് ചെയ്യും, എടാ ഞാൻ നിന്നെ സഹായിക്കാം. ഇവൻ എന്താണ്, ചാനൽ പ്രോട്ടീൻ ആണ്. ഇവൻ എന്ത് ചെയ്യും, ഓക്കെ ഞാൻ നിന്നെ സഹായിക്കാടാന്ന് പറഞ്ഞിട്ട് ഇവൻ സഹായത്തിലേക്ക് ഓടിയെത്തും. ഓക്കെ, ഓടിയെത്തിട്ട് എടാ നീ എന്റെ വഴിയിലൂടെ, അതായത് ഞാൻ വഴി തരാം, നീ എന്നിലൂടെ നീ പാസ് ചെയ്ത് പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ H+ അയോൺസിന് ഭയങ്കര ഇഷ്ടമായി. അവൻ എന്ത് ചെയ്യും, ഇതിലൂടെ ഇങ്ങനെ പോവാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് F1 പറയുന്നത്, എടാ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും, എന്റെ ഒരു കാര്യം നീ ചെയ്തു തരികയാണെങ്കിൽ നീ നിന്റെ പാട്ടിന് പോയിക്കോളാം, പക്ഷെ എന്റെ കാര്യം നീ സാധിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എടങ്കോലിടും. ഓക്കെ, അപ്പൊ അതെന്താണ് എടങ്കോലും നമുക്ക് നോക്കിയാലോ. സി, ഇവിടെ ATP, എന്റെ കയ്യിൽ ADPയും ഉണ്ട്, അതുപോലെ തന്നെ ഇനോർഗാനിക് ഫോസ്ഫേറ്റും ഉണ്ട്. അത് കൂടാതെ ATP സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈം എന്നിൽ തന്നെ ഉണ്ട്. നീ എന്ത് ചെയ്യണം, കുറച്ച് എനർജി എനിക്ക് തരണം. ആ എനർജി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ATPനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ATPനെ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയും. ഓക്കെ, എന്നാൽ പിന്നെ നമ്മുടെ പ്രോട്ടോണിനും എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയിട്ട് മാട്രിക്സിലേക്ക് എത്തണമല്ലോ. അപ്പോൾ നമ്മുടെ പ്രോട്ടോൺ പറയും, ശരിയടാ ഞാൻ സമ്മതിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് എനർജിനെ അങ്ങ് പാസ് ചെയ്യും. അപ്പോൾ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, ATP ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. യെസ്, ഓക്കെ, അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യെസ്, അടുത്ത നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്, ആംഫിബോളിക് പാത്വേ. സി, റെസ്പിറേഷന് നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ് റെസ്പിറേഷൻ ഈസ് എ കെറ്റബോളിക് പാത്വേ. അതായത് എന്ത് സംഭവിക്കുന്നുണ്ട്, ലാർജർ മോളിക്യൂൾ സ്മോളർ മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അവിടെ ATP പ്രൊഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ,
ഇവിടെ വെറും കാറ്റബോളിക് മാത്രമാണോ സംഭവിക്കുന്നത്? നോ, ഇവിടെ അനബോളിക്കും സംഭവിക്കുന്നുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു മോളിക്യൂള് ലാർജർ മോളിക്യൂൾ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നതിൽ വെറും കാർബോഹൈഡ്രേറ്റ്, അതായത് ഗ്ലൂക്കോസ് മാത്രമില്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയുണ്ട്? ഫാറ്റും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻസും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ആദ്യം ഗ്ലൈക്കോളിസിസ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ലിങ്ക് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്, ആൻഡ് ഫൈനലി ക്രെബ്സ് സൈക്കിൾ ചെയ്യുന്നുണ്ട്. ക്രെബ്സ് സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട് ആൻഡ് ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ അപ്പൊ പിന്നെ പ്രോട്ടീൻസ് ആണെങ്കിലോ, കാർബോഹൈഡ്രേറ്റ്സ് അല്ലാതെ പ്രോട്ടീൻസ് ആണെങ്കിലോ, പ്രോട്ടീൻസ് എന്ത് ചെയ്യും? അമൈനോ ആസിഡ് ആയിട്ട് ആദ്യം കൺവേർട്ട് ആവും. ആ അമൈനോ ആസിഡ് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. പൈറുവിക് ആസിഡ് ക്രെബ്സ് സൈക്കിളിനെ ഫോം ചെയ്യും ആൻഡ് ഫൈനലി ATP പ്രൊഡക്ഷനും സംഭവിക്കും, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ആകും. ഓക്കെ, ഇൻ കേസ് ഫാറ്റ് ആണെങ്കിലോ, ഫാറ്റില് 2 മോളിക്യൂൾസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോൾ. ഗ്ലിസറോൾ ആണെങ്കിൽ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആകും. ഓക്കെ, എന്തായിട്ട് കൺവേർട്ട് ആവും? ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് ആൻഡ് ഫൈനലി ക്രെബ്സ് സൈക്കിളിനെ ഫോം ചെയ്തിട്ട് അഗൈൻ ATPനെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയും റിലീസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് അസിറ്റൈൽ കോയെ ആയിട്ടാണ് കൺവേർട്ട് ആവുക. എന്തായിട്ട്? അസിറ്റൈൽ കോയെ ആയിട്ട് കൺവേർട്ട് ആവും ആൻഡ് ഫൈനലി ക്രെബ്സ് സൈക്കിളിനെ ഫോം ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ATPനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് കാറ്റബോളിക് പാത്വേ ആയി. അനബോളിക് പാത്വേ ഇവിടെ എവിടെയാണ് കാണാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്ലിസറോള് ഏതെങ്കിലും സ്റ്റീറോയിഡ് ഹാർമോണിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും റിലീസായ ഗ്ലിസറോൾ, ഫാറ്റിൽ നിന്നും റിലീസായ ഗ്ലിസറോള് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും സ്റ്റീറോയിഡ് ഹോർമോൺ സിന്തസിസിന് വേണ്ടിയിട്ട് എൻ്റർ ആവുകയാണെങ്കിൽ അത് അനബോളിക് പാത്വേ അല്ലെ. അതുപോലെ തന്നെ അമൈനോ ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടീനിന്റെ സിന്തസിസ്. അതായത് നമ്മുടെ ബോഡിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ജീനും, അതായത് ഒരുപാട് ജീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്തോണ്ടേയിരിക്കുകയാണ് അല്ലെ. സോ അതിന്റെ മെയിൻ പണി എന്ന് പറയുന്നത് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ആ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റിലീസ് ആയിരിക്കുന്ന അമൈനോ ആസിഡ് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയാലോ? അത് അനബോളിക് പാത്വേ അല്ലേ. സിമ്പിൾ മോളിക്യൂള്, സിമ്പിൾ അമൈനോ ആസിഡ് ലാർജർ ഒരു വലിയ ഒരു ചെയിൻ, ലീനിയർ ചെയിൻ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിനിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? അനബോളിക് പാത്വേ ആയി. ഇവിടെ കാറ്റബോളിക്കും കാണാൻ പറ്റും, അനബോളിക്കും കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുക? ആംഫിബോളിക് പാത്വേ. എന്തെന്ന് വിളിക്കും ഇതിനെ? ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കും. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് എന്ത് നോക്കാം? ആംഫിബോളിക് പാത്വേ കഴിഞ്ഞല്ലോ. ഈ ഒരു ചാപ്റ്ററിന്റെ ഫൈനൽ കോൺസെപ്റ്റ് ആണ്, അതായത് RQ, റെസ്പിറേറ്ററി കോഷ്യന്റ്. എന്താണ് റെസ്പിറേറ്ററി കോഷ്യന്റ്? നമുക്ക് നോക്കാം. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ വോള്യൂം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് ഡിവൈഡഡ് ബൈ ദ വോള്യൂം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. ഓക്കെ, സോ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒരു റിയാക്ഷൻ, അതായത് നമ്മുടെ C6H12O6 എന്ന് പറയുന്ന ഈ ഒരു റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്? ഓക്സിജൻ. എത്ര മോളിക്യൂൾ ഓഫ് ഓക്സിജൻ നമുക്ക് വേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. 6 ഓക്സിജൻ മോളിക്യൂൾ വേണ്ടി വരും. അപ്പോൾ എന്ത് റിലീസ് ആവുന്നുണ്ട്? 6 കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്. ബിക്കോസ് ഇവിടെ 6 ആണല്ലോ ഉള്ളത്. 6 കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്, പ്ലസ് 6 H2O റിലീസ് ആവുന്നുണ്ട് ആൻഡ് ലോട്ട് ഓഫ് ATPയും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ ഈ ഒരു ഫോർമുല, അതായത് റെസ്പിറേറ്ററി കോഷ്യന്റിന്റെ ഈ ഒരു ഫോർമുല യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, ഓവറോൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. 6 കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ 6 ഓക്സിജൻ. അപ്പോൾ എത്ര നമുക്ക് കിട്ടി? 1. സോ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ RQ വാല്യൂ എത്രയാണ്? 1 ആണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫാറ്റിന്റെ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെസ് ദൻ 1 ആയിരിക്കും. ഓക്കെ, സോ എത്ര amount ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, എത്ര amount ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എത്ര amount ഓഫ് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാറ്റിന്റെ RQ വാല്യൂ ലെസ് ദൻ 1 ആയിരിക്കും. 0.9 ആയിരിക്കും, 0.8 ആയിരിക്കും, 0.7 ആയിരിക്കും, ഇങ്ങനെ ഡിഫറെന്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രോട്ടീൻ ആണെങ്കിൽ ആൾമോസ്റ്റ് 0.9 ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ ദിസ് ഈസ് റെസ്പിറേറ്ററി കോഷ്യന്റ്. ഈ 3 പോയിന്റ് നിങ്ങൾ മറക്കാതിരിക്കുക. സോ ഈ 3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫോർമുലയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ.
ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് അബൌട്ട് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ ചാറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് മാപ്പിന്റെ ചാറ്റ്. ആ ചാറ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിന്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ലിങ്ക് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ അത് കൂടാതെ തന്നെ വേറൊരു ലിങ്കും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എന്താ വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ലിങ്ക്, വീക്ക് ക്വിസിന്റെ ലിങ്ക് ഉണ്ടാവും. 5 to 10 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ലിങ്ക് ആയിരിക്കും അത്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അത് കൂടാതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്കും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേദാന്തു മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ടെലഗ്രാം ആപ്പിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ക്വസ്റ്റ്യൻസ്, നോട്ട്സ്, PYQs, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഞാൻ ഒരു 2 സെക്കൻഡ് നിങ്ങൾക്ക് ആ ഓവറോൾ ചാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഓവറോൾ ചാർട്ട് ഉണ്ടല്ലോ, ആ ചാർട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.